إن الحمد لله نحمده ونستعينه ونشكره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ولا مثيل له ولا ضد ولا ند له ليس كمثله شيء وهو السميع البصير وأشهد أن محمدا عبده ورسوله وقائده وقرة أعيننا أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ലോകത്തിൻ്റെ സംരക്ഷകനും നിയന്ത്രിക്കുന്ന അത്യുന്നതനായ സൃഷ്ടാവായ റബ്ബിൻ്റെ മഹത്തരമായ ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അവനിഷ്ടപ്പെടുന്ന നല്ലവരിൽ, സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതയും ഓർമ്മിപ്പിച്ച് താക്കീത് നൽകേണ്ടതില്ലാത്ത വിധേന ഏവരും പ്രബുദ്ധരാണ്. പള്ളിയിൽ നേരത്തെ വന്ന് ഇരുന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന, പ്രാർത്ഥനാ മനസ്സോടെ സ്വലാത്തുകൾ, ദിക്റുകൾ അധികരിപ്പിക്കുന്നവരായി മാറേണ്ട ദിവസമാണ് എന്ന ഓർമ്മ നമുക്ക് വീണ്ടും ആവശ്യമാണ്. പള്ളിയിലേക്ക് വരുന്നവർ സൊഫുകളുടെ ആദ്യ സൊഫുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ തൊട്ട് മുമ്പിലെ സൊഫുകളിൽ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളുണ്ട്. ഒതുണ്ടാക്കി ഇപ്പോൾ തന്നെ മുകളിൽ പോയിരിക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ താഴേക്ക് വന്ന് ഇറങ്ങി ഈ താഴ്ഭാഗത്തുള്ള സൊഫുകൾ പൂർത്തീകരിച്ച് ഇരിക്കലാണ് ജുമയുടെ അദബ് എന്ന് പറയുന്നത്. നമ്മുടെ സൗകര്യം നോക്കി എവിടെയെങ്കിലും പോയി ഇരിക്കുക എന്നതാവരുത്. ചാരി ഇരുന്നു കൊണ്ട് ഇങ്ങോട്ട് തിരിയാതെ ഇരിക്കുന്നവരൊക്കെ അബദ്ധത്തിലാണുള്ളത്. ഖതീബിലേക്ക് തിരിഞ്ഞാണ് ഏവരും ഇരിക്കേണ്ടത്. ആ ബോധം നമുക്ക് ഓരോ ജുമയിലും ആവശ്യമാണ്. ഉറങ്ങാതിരിക്കാൻ, ഉറക്കം വരിക എന്നത് സ്വാഭാവികമാണ്. കുറേ സമയം ഇങ്ങനെ ഒരുപോലെ ഇരിക്കുമ്പോൾ ഉറക്കം വരിക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. എനിക്കുറക്കം വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന സ്വയം ഒരു ബോധത്തിലാണ് നമ്മളുണ്ട്. ആരും നമ്മെ തട്ടി ഉണർത്താനും വിളിച്ചുണർത്താനും ഒന്നും ഉണ്ടാവില്ല. നമ്മളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഖുത്ബക്ക് വന്നിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഏതൊരു പള്ളിയിലും കാണാൻ സാധിക്കും, പലരും അവർ വന്ന് ഇരുന്ന് ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നിപ്പോകാറുണ്ട്. ഇനി ശ്രദ്ധിക്കുന്ന ആളുകൾ തന്നെയും പലപ്പോഴും ആ ഉത്ബോധനത്തിന്റെ കാമ്പ് ഉൾക്കൊള്ളുന്നതിനു പകരം ഖതീബിനും ഖുത്ബക്കും ഒരു മാർക്കിടാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഉഷാറ. ഇത് പറയാനും അഭിപ്രായം പറയാൻ വേണ്ടി മാത്രം വരുന്നവരായി നമ്മൾ മാറരുത്.
വേറെ ചില ആളുകളുണ്ട് ഓരോ പള്ളിയും മാറി മാറി നടക്കുകയാണ്. എവിടെയാണ് നല്ല ഖുതുബെന്ന് മാർക്കിടാൻ വേണ്ടി ആ പള്ളി കുഴപ്പമില്ല ഈ പള്ളി കുഴപ്പമില്ല എന്ന് പറയാനാണ് അവർ നടക്കുന്നത്. മറ്റു ചിലരാവട്ടെ ഖുതുബയുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അവൻ ഓരോരുത്തർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അവനെക്കുറിച്ചാണ്, ഇത് ഇവനെക്കുറിച്ചാണ്, അത് അവനെക്കുറിച്ചാണ്. അല്ല, എല്ലാം നമ്മളെക്കുറിച്ചാണ്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത് ഓരോ സംസാരങ്ങളിൽ നിന്നും ആദ്യം എന്നോടാണ്, പിന്നെ നമ്മൾ ഓരോരുത്തരോടാണ്. ഇതെന്നെക്കുറിച്ചാണെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഓരോ ഉപദേശങ്ങളിലും അല്ലാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഫദക്കിർ. നബിയെ, നിങ്ങൾ ഉത്ബോധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കണം. ഫഇന്ന ദിക്റാ, ഉത്ബോധനങ്ങൾ എന്നത് തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഉപകാരമുണ്ടാക്കുന്നതാണ്, മുഅ്മിനീങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകുന്നതാണ്. അതിന് വേണ്ടതുപോലെ പരിഗണിച്ചാൽ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഹുദ ലഭിക്കാൻ, സന്മാർഗം ലഭിക്കാൻ പറഞ്ഞ കാരണം അല്ലദീന യസ്തമിഊനൽ ഖൗൽ, ഉപദേശങ്ങളെ വാക്കുകളെ ഗൗരവമായി ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിരിക്കും അവർ, എന്നിട്ട് അതിൽ നിന്ന് നന്മയെ പിൻപറ്റുന്നവരായിരിക്കും. ഫൗലായികല്ലദീന ഹദല്ലാഹ്, അള്ളാഹു അത്തരം ആളുകൾക്ക് സന്മാർഗം കൊടുക്കും. ഇതിൽ നിന്ന് എനിക്കെന്തു കിട്ടി, ഇന്ന് ഞാൻ എന്ത് പഠിച്ചു എന്ന് സ്വയം അതിൽ നിന്ന് നന്മ പിൻപറ്റാൻ ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് ഹിദായത്തിന് വേണ്ടത് എന്നർത്ഥം. അതേ സമയത്ത് മനുഷ്യൻ ആലോചിക്കണം, ഈ സാരോപദേശങ്ങളെല്ലാം മനുഷ്യന്റെ ജീവിതകാലത്ത് മാത്രമാണ് ഗുണം. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപദേശം കിട്ടൂല, നമ്മളെ ഉപദേശിക്കാൻ വരാനില്ല. ഉലമാക്കന്മാര് പറയാറുണ്ട്, കഫാ ബിൽ മൗതി വഇള, നിന്നെ ഉപദേശിക്കാൻ ഓരോ മരണങ്ങൾ മതി. വേറെ ഒരാളുടെ വഅദ് നിനക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നാട്ടിൽ നടക്കുന്ന ഓരോ മരണങ്ങൾ നിനക്കുള്ള ഉപദേശമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. ഇത് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധേന നമുക്കൊക്കെ ബോധ്യപ്പെട്ട വാക്കാണ്, സത്യമാണ്. ഒരു ശാസ്ത്രത്തിനും ഒരു സയൻസിനും ഒരു ടെക്നോളജിക്കും പിടിച്ചുകെട്ടാൻ പറ്റാത്ത അള്ളാഹുവിൻ്റെ ദുനിയാവിലെ പ്രതിഭാസമാണ് ജീവിതം, മരണം എന്നതെങ്കിൽ മരിക്കും, മരണം എല്ലാവരും രുചിക്കും. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഇവിടെ തീരൂല. ഇവിടത്തേക്ക് വേണ്ടി മാത്രല്ല അള്ളാന്റെ കലാമ്. നാളെ പരലോകത്ത് മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആ ഉയർത്തെഴുന്നേൽപ്പിച്ച നാളിൽ അവന്റെ നന്മ തിന്മകൾക്ക് പ്രതിഫലം കൊടുക്കും. ഖൈറിനും ഷർറിനുമുള്ളത് കിട്ടും. ഫമൻ സുഹ്സിഹ അനിൻ നാരി, നരകത്തിൽ നിന്നാരെങ്കിലും അകറ്റപ്പെട്ട് വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. ഇവിടുത്തെ വിജയങ്ങളൊന്നും വലിയ വിജയമൊന്നുമില്ല, അതൊക്കെ കുറച്ചു കാലത്തേക്കാ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവിന്റെ വിഭവങ്ങൾ ഒരു വഞ്ചനയുടെ വിഭവമല്ലാതെ ഒന്നുമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും അറിയാൻ, പഠിക്കാൻ, അവിടെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ ഉൾക്കൊള്ളാൻ, അദബുകൾ പാലിക്കാൻ, സുന്നത്ത് പാലിക്കാൻ നമുക്കൊരു മനസ്സുണ്ടാവണം. മനസ്സുണ്ടെങ്കിൽ അത് നടക്കും. അതൊക്കെ തോന്നുന്ന പോലെ ആവട്ടെ. നിസ്കാരം എങ്ങനെ തോന്നുന്ന പോലെ അങ്ങനെ കഴിഞ്ഞു പോകട്ടെ. ഉദു എങ്ങനെ ഉദു അങ്ങനെ കഴിഞ്ഞു പോട്ടെ. അത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിൽ എന്തൊക്കെ ചെയ്യണം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ജനാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കാം. അതിനിടയിൽ സംസാരത്തിനിടയ്ക്ക് വളരെ കുറച്ചു മാത്രം ഞാൻ വിശദീകരിച്ചൊരു മേഖലയാണ് കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഒരുപാട് ആളുകൾ അത് കൂടുതൽ വിശദീകരിക്കണമെന്ന് ചർച്ച ചെയ്യുകയും പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചതുകൊണ്ട് ഒരല്പം കൂടെ അതിൻ്റെ ഭാഗമൊന്ന് വിശദീകരിക്കണമെന്ന് തോന്നുകയാണ്. നാട്ടിൽ നടക്കുന്ന ഓരോ ജനാസകളെയും കുളിപ്പിച്ച് കഫൻ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് പ്രാപ്തരാവുക എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കരുതിക്കൊണ്ടാവണം ഈ വിഷയം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു മയ്യിത്തിന് ലഭിക്കുന്ന മഹത്തരമായ ഒരു ആദരവിൻ്റെ ഭാഗമാണ് അതിനെ കുളിപ്പിച്ച് കഫൻ തുണിയിൽ പൊതിഞ്ഞ് ഭദ്രമായി സുഗന്ധം പൂശി വളരെ മാന്യമായ ഒരു യാത്രയപ്പ് ഈ ലോകത്തുനിന്ന് കൊടുക്കുക എന്നുള്ളത്. കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക.
എല്ലാവരും അവനവന്റെ കുടുംബത്തിലുണ്ടാകുമ്പോൾ ഇത് ഓർത്തു വെക്കാൻ വേണ്ടിയാണ്. ഒന്നാമത്തേത്, ഈ കാര്യം ചെയ്യുക, കുളിപ്പിക്കുക, കഫൻ ചെയ്യുക എന്നത് ഫറളാണ്. ആർക്ക്? ഫർളു കിഫായത്തിൻ, സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഈ നാട്ടിൽ ഒരാൾ മരിച്ചിട്ട് ഒരാളും കുളിപ്പിക്കുന്നില്ല, കഫൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ കൂടിയ ഞാനും നിങ്ങളും അടക്കമുള്ള സകല മനുഷ്യരും അള്ളാന്റെ കോടതിയിൽ കുറ്റക്കാരാണ്. അറിവുള്ള ഒരാൾ ആ കാര്യം ചെയ്താൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. ചില പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ചിലപ്പോൾ അവിടെ ആളില്ലാതെയാകാം, അവിടെ നമുക്ക് കയറാൻ കഴിയണം, സഹായിച്ചു കൊടുക്കാൻ പറ്റണം. ഇത് ഫർളു കിഫയാണ്, സമൂഹത്തിന്റെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ്. 2, ഒരാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം കുളിപ്പിക്കാൻ എല്ലാവരും കഴിയില്ലല്ലോ, എങ്കിൽ ആ കുളിപ്പിച്ച ജനാസനെ തന്ന് നമ്മളെ കൈക്ക് തന്ന അത് കഫൻ ചെയ്തു കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. വമ്പിച്ച പ്രതിഫലം പഠിപ്പിച്ചു. ഹദീസിൽ വന്ന വാക്ക് വമൻ കഫന മയ്യിത്തൻ, ഒരാൾ മയ്യിത്തിനെ കഫൻ ചെയ്തു കൊടുത്താൽ കസാഹുല്ലാഹു മിൻ സുന്ദുസിൻ വസ്തബറഖിൽ ജന്നതി, സ്വർഗത്തിലെ പട്ടുവസ്ത്രം കൊണ്ട് ആ മനുഷ്യനെ അല്ലാഹ് ധരിപ്പിക്കുന്നതാണ്. സ്വർഗം കൊടുക്കുന്ന പറഞ്ഞത്. ഒരു മയ്യിത്തിനെ കഫൻ ചെയ്തു കൊടുത്ത് സഹായിച്ചാൽ അള്ളാന്റെ സ്വർഗത്തിൽ ആ വ്യക്തിക്ക് സ്വർഗത്തിലെ പട്ട് ധരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ടതും പ്രവാചകനേറെ പ്രോത്സാഹിപ്പിച്ചതുമായ ഒരു നന്മയാണ്. സാധ്യമാകുന്നവരൊക്കെ അതിൽ ഉണ്ടാവാൻ ശ്രമിക്കുക. 3-ാമത്തേത്, പറ്റുമെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജനാസക്ക് കഫൻ ചെയ്യേണ്ട തുണി ആ മയ്യിത്തിന്റെ സമ്പത്ത് കൊണ്ടാവുക. പുറത്ത് പണമുണ്ട്, മൂപ്പരുണ്ടാക്കിയ സമ്പത്തുണ്ട്, ഉണ്ടെങ്കിൽ അയാളുടെ വിഹിതത്തിൽ നിന്ന് തന്നെ ആ മയ്യിത്തിന്റെ കർമ്മങ്ങൾക്കുള്ള പണം കൊണ്ട് കൊടുക്കുക, പ്രത്യേകിച്ചും കഫൻ അടക്കമുള്ള കാര്യങ്ങൾ. എന്നാൽ മരണപ്പെട്ടതിന് ശേഷം ഒരാൾ പറഞ്ഞു അതിന്റെ പൈസ ഞാൻ കൊടുത്തോളാം, അത് എന്റെ വകയാണെന്ന് ഒരാൾ പറഞ്ഞാൽ കുറ്റമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഏറ്റവും നല്ലത് ആ മയ്യിത്തിൻ്റെതായ സമ്പത്ത് നിന്ന് കൊടുക്കലാണ് ഉചിതമായത്. നബി തങ്ങൾ ഒരു ജനാസന്റെ അടുത്തേക്ക് കയറി ചെന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നബി തങ്ങൾ പറഞ്ഞു വകഫിനു ഫീ സൗബൈ, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ കഫൻ ചെയ്യുക. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഒരു മയ്യത്തിന്റെ സമ്പത്തിൽ നിന്ന് എടുക്കാൻ ഉണ്ടാവുക എന്ന്. അതുകൊണ്ടാണ് ഒരു ജനാസ മരണപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ സമ്പത്ത് നിന്ന് എല്ലാം അങ്ങോട്ട് അനന്തരാവകാശികൾക്ക് കൊടുക്കൂല. അദ്ദേഹത്തിൻ്റെതായ ചില ചെലവുകളുണ്ട്, വസിയത്തുകളുണ്ട്, കെഫാറത്തുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു വീട്ടിയതിൻ്റെ ശേഷമുള്ളതാണ് അനന്തര സ്വത്തുണ്ടാവുക എന്നർത്ഥം. 4-ാമത്തേത്, നാം ധരിപ്പിക്കുന്ന വസ്ത്രം ഏതുമാകട്ടെ അത് വെള്ള വസ്ത്രത്തിലാവുകയും പൂർണ്ണമായും മറയുന്ന വസ്ത്രമാവുകയും വേണം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് നാട്ടിൽ ആ വിഷയം ചർച്ചയില്ല. അങ്ങനെയൊന്നും മറക്കാൻ പറ്റാത്തൊരു കാലം നമ്മുടെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കാരണം അവർക്ക് ധരിക്കാൻ പോലും വസ്ത്രമില്ല. ജീവനോടെ നടക്കുന്നവർക്ക് ധരിക്കാൻ വസ്ത്രമില്ല. നിങ്ങളുടെ ബാപ്പയുടെ, ഇപ്പം നമ്മൾ വാപ്പാൻ്റെ വെല്ലിപ്പാൻ്റെ ഒക്കെ അഡ്രസ്സ് അറിഞ്ഞു നടക്കുന്ന കാലല്ലേ. തിരിഞ്ഞു നോക്കാനും ആവശ്യത്തിന് സ്നേഹിക്കാനൊന്നും ഒഴിവില്ലെങ്കിലും ഓലൊക്കെ വോട്ടർ പട്ടികയിലുണ്ടോയെന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ. നിങ്ങൾ നമ്മുടെ വാപ്പാൻ്റെയും വെല്ലിപ്പാൻ്റെ ഒക്കെ ജീവിതകാലത്തെ ഫോട്ടോ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കി, ഒരു തുണിയും മേലൊരു തോർത്തും കൊണ്ടിട്ടാണ് ജീവിക്കുന്നവരായിരുന്നു നമ്മുടെ വെല്ലിപ്പാര്. ഇന്ന് നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് തിരിച്ചും വായിച്ചു നോക്കണം. എത്ര വസ്ത്രമാണ് ഷെൽഫിൽ സൂക്ഷിച്ച്, എത്ര പ്രാവശ്യമാണ് അത് ഉപയോഗിച്ചത്. ഉപയോഗിക്കാൻ പറ്റാത്ത എത്ര വസ്ത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. എന്താ പ്രശ്നം? സൈസ് പോരാ, കളറ് പോരാ, മോഡല് പോരാ, വേറെ ഒരു കുഴപ്പത്തിനില്ല. ഇനി നമ്മൾ വായിക്കേണ്ട വാക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം നിറഞ്ഞ രംഗമായിരുന്നു ഉഹദ് യുദ്ധത്തിന്റെ ഭൂമിയിൽ. ആ ഭൂമിയിൽ ഓരോരുത്തരും മരിച്ചു വീഴുക. 70-ലധികം വരുന്ന മുസ്ലിമീങ്ങളാണ് ഷഹീദുമാരായി ശുഹദാക്കന്മാരായി മാറിയിട്ടുള്ളത്. ഓരോരുത്തരെ മറവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മറവ് ചെയ്യണം? അവർ വീണ് കിടക്കുന്ന രൂപത്തിൽ അവരുടെ ശരീരത്തിലുള്ള രക്തപ്പാടുകളോടെ അവർ ധരിച്ച അതേ വസ്ത്രത്തിൽ അവരെ മറവ് ചെയ്യണം. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ എടുത്തു കൊണ്ടുവന്ന് മറവ് ചെയ്യാൻ നോക്കുമ്പോൾ, കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ ആ തുണി പൂർണ്ണമായി മൂടാത്ത രംഗം വന്നപ്പോ നബി തങ്ങൾ അവരോട് പറയാണ്
മിസ്അബ് ധരിച്ചിരിക്കുന്ന ആ വസ്ത്രം കൊണ്ട് തലയെങ്കിലും പൂർണ്ണമായി മറച്ച് പറ്റാവുന്നിടത്തോളം ഭാഗത്തേക്ക് നിങ്ങൾ ധരിപ്പിക്കുക. വജ്അലു അലാ റിജ്ലൈഹിൽ ഇദ്ഖിറ, എന്നിട്ട് കാലിന്റെ ഭാഗത്തേക്ക് ഇദ്ഖിർ എന്ന് പറയുന്ന പുല്ല് കൊണ്ടുവന്ന് ഇട്ടത് ഭദ്രമാക്കി മറച്ചു വെക്കും. ഈ ഹദീസ് എടുത്തുകൊണ്ട് ഉലമാക്കന്മാര് പറയാണ്, ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ജനാസയെ മറവ് ചെയ്യാനുള്ള ഒരു തുണിയാണ് കിട്ടിയതെങ്കിൽ അതുകൊണ്ട് തല നന്നായി മറച്ച് അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് മറക്കുക. തികയാതെ വരുന്ന ഭാഗം കാലിന്റെ ഭാഗത്ത് എന്തെങ്കിലും നജസല്ലാത്ത വസ്തുക്കൾ വെച്ചുകൊണ്ട് മറക്കണം. എന്തിനപ്പം അങ്ങനെ പറയണ്? അങ്ങനത്തെ ഒരു ഘട്ടം വന്നത് ചെയ്യേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമികമായ കിതാബുകളിലൂടെ. അതേപോലെ തന്നെയാണ് ഷഹീദുമാരായ ആളുകൾ, ശുഹദാക്കന്മാരായ ആളുകൾ, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ തന്നെ വസമ്മിലൂഹും ഫി സിയാബിഹിം, അവർ ധരിച്ചത് ഏത് വസ്ത്രത്തിലാണെങ്കിൽ ആ വസ്ത്രം കൊണ്ട് അവരെ മറവ് ചെയ്യണം. കുളിപ്പിക്കുക പോലും ആവശ്യമില്ല, മയ്യിത്ത് നമസ്കാരം പോലും ആവശ്യമില്ല ശുഹദാക്കന്മാർക്ക്. അവർ ഷഹീദായതോടെ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ സമയത്ത് പറയാണ്, അവര് നിങ്ങളങ്ങ് പുതപ്പിക്കുക, റമ്മിലൂഹും ബിദിമാ സമ്മിലൂഹും ബിദിമാഇഹിം, നിങ്ങളെ രക്തമൊന്നും കഴുകിക്കളയണ്ട, ആ രക്തപ്പാടുകൾ കൊണ്ട് നിങ്ങൾ അവരെ മുടി പുതക്കുക. പരലോകത്ത് അവർ ആ രക്തത്തിന്റെ കറകളോടെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതൊരു സാധാരണ ചോരയല്ല, അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രക്തമാണ്. അതുകൊണ്ട് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. വരീഹുഹു, നാളെ അതിന്റെ സുഗന്ധം എന്നത് റീഹുൽ മിസ്കി, കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും. ആ സ്ഥാനം എത്ര വലുതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇദാ കഫന അഹദുക്കും അഖാഹു, മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ കഫൻ ചെയ്യുമ്പോൾ ഫൽയുഹസ്സിൻ കഫനു, അവന്റെ കഫൻ ചെയ്യുന്നത് നന്നാക്കാൻ ശ്രമിക്കണം. എങ്ങനെങ്കിലൊക്കെ എന്തെങ്കിലും കെട്ടിപ്പൂട്ടി പോകരുത്. അത് വളരെ മര്യാദയിലും മാന്യമായും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അഞ്ചാമത്തെ കാര്യം, ഒരാൾ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി പോയി ഇഹ്റാമിലായിരിക്കെയാണ് മരിച്ചതെങ്കിൽ അവര് ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെയാണ് മറവ് ചെയ്യേണ്ടത്. എന്നാൽ ഒരാൾ ഹജ്ജിനോ ഉംറക്കോ പോയ ഒരു ഡ്രസ്സ് ഉണ്ട് നമ്മളെ കയ്യിൽ, അതിങ്ങനെ എടുത്തു വെച്ചിരിക്കുക, അതില് പിന്നീട് ഉംറയൊക്കെ കഴിഞ്ഞ് വന്ന് നാട്ടിൽ വന്ന് എടുത്തു വെച്ചിരിക്കുക. അതെന്തിനാണ്? ഇത് ഉംറക്ക് പോയപ്പെടുത്ത പണിയാണ്, ഇത് ഞാൻ മരിച്ചാൽ എന്നെ കഫൻ ചെയ്യേണ്ടത്. അത് പിന്നൊരു പ്രത്യേകത അതിനില്ല. എന്നാൽ ഉംറയിലായിരിക്കെ, ഹജ്ജിലായിരിക്കെ, ഇഹ്റാമിലാണ് ഒരാൾ, അത് എടുക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ആ സമയത്ത് അയാൾ അങ്ങനെ മരിച്ചാൽ അതേ വസ്ത്രത്തിലാണ് അവരെ മറവ് ചെയ്യേണ്ടത്. 6, ചില സന്ദർഭങ്ങളിൽ ഒരു തുണിക്കകത്ത് ഒരാളെ കൊണ്ടുപോയാൽ മതിയാകില്ല, കൂട്ടമരണങ്ങൾ സംഭവിക്കും, വലിയ ദുരന്തങ്ങളൊക്കെ പല സമയത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഓരോ തുണി ഒത്തൊത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും, ഫകസുറൽ ഖത്ല, കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൂടുതലായിരുന്നു. വഖല്ലത്തി സിയാബ്, ഓരോരുത്തരെയും പുതക്കാനുള്ള വസ്ത്രമില്ലായിരുന്നു. അപ്പോഴെന്താ ചെയ്തത്? ഫകഫന റജുലു, ചില തുണികളിൽ ഒരാളെ കിടത്തി. വറജുലാനി, ചിലപ്പോഴൊക്കെ 2 ആളെ കൂട്ടിക്കെട്ടി. വസലാസ, ചില തുണികളിൽ 3 ആളെ വരെ. ഫിസ്സൗബിൽ വാഹിദി, ഒറ്റ തുണിയിൽ കുളിപ്പിക്കേണ്ടതില്ലല്ലോ, നേരെ എടുത്ത് 3 ആളെയൊക്കെ ഒന്നിച്ചൊരു തുണിയിലാക്കിയിട്ട് കെട്ടിയിട്ട് കബറടക്കി ഉഹദിന്റെ രംഗത്ത്. ثم يدفنون في قبر واحد, എന്നിട്ട് വലിയ ഒരു ഖബറുണ്ടാക്കിയിട്ട് അവരെ ഒന്നിച്ചൊരു ഖബറിനകത്തേക്ക് മറവ് ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം മറവ് ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഫീഹും അക്സറുഹും ഖുർആന, ഈ കിടക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവരാരാളുള്ളത്? അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ ഓരോരുത്തരെ പറ്റി പറഞ്ഞു, വരാണ്. എങ്കിൽ അവരെ ആദ്യം ഖബിലക്ക് നേരമായി കിടത്തു. ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ അറിയുന്ന മനുഷ്യർക്കുള്ള റോള പറഞ്ഞത്. ഇത്രയും ശുഹദാക്കന്മാർക്കിടയിൽ നിന്ന് ആദ്യമായി ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടത് അതിൽ ഖുർആൻ ഏറ്റവും നന്നായി അറിയുന്നവരാണ് എന്ന് പറഞ്ഞ് അവരുടെ ജനാസയാണ് ആദ്യം എടുത്ത് ഇറക്കി വെക്കുന്നത്. വലം യുസല്ലി അലൈഹിം, ആ ഖബറിലേക്ക് അടക്കം ചെയ്ത ഒരൊറ്റ ജനാസക്ക് വേണ്ടിയും ഷഹീദുമാരായതുകൊണ്ട് നബി തങ്ങൾ നമസ്കരിച്ചിട്ടില്ല.
അതുകൊണ്ട് ഈ കാര്യങ്ങളെങ്കിലും ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കുക. രണ്ട്, ഇനി നമ്മൾ പഠിക്കേണ്ടത് ചില സുന്നത്തായ കർമ്മങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്ന്, വെള്ള വസ്ത്രത്തിലാവുക എന്നത് ശക്തമായ സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ്, ഇൽബിസൂ മിൻ സിയാബികുമുൽ ബിയാദ, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, ഫഇന്നഹാ മിൻ ഖൈരി സിയാബികും, അത് ഏറ്റവും ഉത്തമമായ വസ്ത്രമാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ പ്രാധാന്യമർഹിക്കുന്ന വസ്ത്രമാണ് വെള്ള വസ്ത്രം എന്നത്. ഒരു സുന്നത്താണ്. ഒരു വെള്ളിയാഴ്ചയെങ്കിലും നമുക്കിത് ചെയ്തൂടെ? ഖൈറായ സിയാബാണ് വെള്ള വസ്ത്രം എന്നത്. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കൂ, അത് നിങ്ങൾക്ക് ഖൈറുള്ളതാണ്. വകഫിനൂ ഫീഹാ മൗതാക്കും, നിങ്ങളിൽ മരണപ്പെട്ടവരെ നിങ്ങൾ വെള്ള വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യൂ. രണ്ട് കാര്യം അതിൽ പഠിപ്പിച്ചു. നോർമലി ഒരാളുടെ ജീവിത കാലഘട്ടത്തിലും വെള്ള വസ്ത്രത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുത്തു. രണ്ട്, ഒരാൾ മരിച്ചാൽ നിങ്ങൾ അയാളെ വെള്ള വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യൂ എന്ന് ഹദീസിൽ തന്നെ എടുത്തു പറഞ്ഞു. രണ്ടാമത്തെ സുന്നത്ത്, 3 തുണിയിലാവുക എന്നത് സുന്നത്താണ്. ഒന്നാണ് നിർബന്ധമായി ചെയ്യേണ്ടത്. വഖുഫിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ മരിച്ചപ്പോൾ സഹാബത്ത് അവരെ കഫൻ ചെയ്യാൻ ഉപയോഗിച്ചത് ഫീ സലാസത്തി അബ്വാബിൻ, 3 കഷ്ണങ്ങളിലായിട്ടാണ്. അവിടെ നിന്ന് പറയാണ്, യമാനിയത്തിൻ ഖുർസുഫിൻ ലൈസ ഫീഹാ ഖമീസും വലാ അമാമത്തുൻ, തൊപ്പിയോ കുപ്പായം ഒന്നിട്ട് കൊടുക്കാതെ 3 തുണിയിലായി കൊണ്ടാണ് ഞങ്ങൾ ജനാസയെ കഫൻ ചെയ്തത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ എപ്പോഴും ഇദാ അജ്മറുതുമുൽ മയ്യിത, നിങ്ങൾ എപ്പോഴും ജനാസയുടെ കാര്യങ്ങൾ ചെയ്ത് ശരിയാക്കുമ്പോൾ ഫഔതിറു, ഒറ്റയാകാൻ ശ്രമിക്കണം. ഒറ്റ എന്ന് പറഞ്ഞാൽ 3. ഇനി വേണ്ടി വന്ന വേറെ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരികയാണെങ്കിൽ അതിൽ എണ്ണം കൂടാൻ പാടുള്ളൂ എന്നർത്ഥം. മൂന്നാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് സുഗന്ധം ഉപയോഗിക്കാനാണ്. ഇത് ജീവിതകാലത്ത് നമുക്ക് പാലിക്കേണ്ട ഒരു മര്യാദയാണ്. ഒരു മുസ്ലിം ദുർഗന്ധം പേറി നടക്കേണ്ടവനല്ല. ഒരു മുസ്ലിം ആകെ നാറ്റിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനല്ല. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങൾ വെളുത്തുള്ളിയും വല്യുള്ളിയും തിന്നുകൊണ്ട് പള്ളിയിൽ വരരുത്. എന്തേ കാരണം? അതിൻ്റെ ദുർഗന്ധമുണ്ടാകും. അവിടെ വരുന്ന മലായികത്തുകൾക്കും മനുഷ്യർക്കുമൊക്കെ അത് പ്രയാസമുണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ് സുഗന്ധം ഉപയോഗിക്കുക. നമ്മൾ നല്ലൊരു മുസ്ലിമാണോ എങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സുഗന്ധം ഉപയോഗിക്കുന്ന ഒരു അടയാളങ്ങൾ ഉണ്ടാവണമെന്നത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജീവിതകാലത്ത് തന്നെ അത് വലിയ കാര്യമാണ്. ഇനി ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ അവസാന യാത്രയാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മജ്മഈൻ, ഇവരൊക്കെ മരിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞ വസിയത്താണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഊദ് കൊണ്ട് സുഗന്ധം പൂശിത്തരണമെന്ന് വസിയത്ത് പോലും പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൽ പുരട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കഫൻ തുണിയിൽ സുഗന്ധം ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്. നാലാമത്തെ സുന്നത്ത്, കൂടുതൽ വിലപിടിപ്പുള്ളതാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏതായാലും അവസാനത്തെ ഒരു ഇതല്ലേ, അപ്പാക്ക് അത് നല്ലൊരു സംഭവം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ക്വാളിറ്റി കൂടി ഭയങ്കര വില ഉള്ളത് കൊണ്ടുവന്ന് ധരിപ്പിക്കാതിരിക്കുക എന്നതാണ് അവിടെ സുന്നത്ത്. പുതിയത് തന്നെ വേണമെന്നില്ല. പഴയ ഒരു നല്ല വൃത്തിയുള്ളതാണെങ്കിൽ അതും മതിയായതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഇത്തരം വിഷയത്തിൽ ഒരു ചർച്ചയുണ്ടായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ ഹയ്യ്, ജീവിച്ചിരിക്കുന്നവനാണ് അഹഖ്ബിൽ ജദീദി മിനൽ മയ്യിത്തി, മയ്യിത്തിനേക്കാൾ പുതിയത് ഉപയോഗിക്കാൻ യോഗ്യൻ ജീവിതകാലത്തുള്ള മനുഷ്യന്മാർക്കാണ്. മരിച്ച മണ്ണിൽ കിടക്കുന്നവർക്ക് പുതിയ തന്നെ വേണമെന്നില്ലെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. ഉലമാക്കന്മാർ ഫിഖ്ഹിന്റെ കിതാബുകളിൽ അതിൻ്റെ ഒരു ചെറിയ രൂപം പഠിപ്പിക്കുന്നുണ്ട്. കുളിപ്പിച്ചതിനു ശേഷം ആ കഫൻ തുണികൾ 3 നേരെ വിരിക്കുകയാണ്. അതിൽ നിന്ന് കെട്ടാൻ ആവശ്യമായ തുണികൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് 1-ാമത്തെ തുണി ആ കട്ടിലിൽ നിവർത്തി അങ്ങ് വെക്കുകയാണ്. ആ തുണിയിൽ അല്പം പനിനീര് തെളിക്കുക. സുഗന്ധം തേക്കാൻ പറ്റുമെങ്കിൽ അല്പം സുഗന്ധം പുരട്ടി കൊടുക്കുക. എന്നിട്ട് 2-ാമത്തെ തുണി വിരിക്കുക. എന്നിട്ട് 3-ാമത്തെ തുണി വിരിക്കുക. എന്നിട്ട് ആ 3-ാമത്തെ തുണിയുടെ മേലെ ആ മയ്യത്തിനെ കിടത്തുന്നതിൻ്റെ ഭാഗത്ത് ഔറത്തിൻ്റെ ഭാഗങ്ങൾ വരുന്നിടത്ത് ഒരു പ്രത്യേക തുണി കഷ്ണം കൂടി വെക്കുക. വല്ല മാലിന്യങ്ങളും വരാതിരിക്കുകയാണ്. വരികയാണെങ്കിൽ തന്നെ അവിടേക്കാകാൻ വേണ്ടി ഒരു തുണി കഷ്ണം കൂടി ഒക്കെ ഒന്ന് ഭദ്രമാക്കി വെക്കുക. എന്നിട്ട് മയ്യത്തിനെ അതിലേക്ക് കിടത്തുക. സുജൂദിൻ്റെ അവയവങ്ങളിൽ അവിടെ സുഗന്ധം പുരട്ടി കൊടുക്കുക. ചില ഫിഖ്ഹിന്റെ കിതാബുകൾ കാണാൻ സാധിക്കും, കക്ഷഭാഗത്തും അതുപോലെ തന്നെ കൈകളുടെ വിരലിൻ്റെ ഇടഭാഗങ്ങളിലുമൊക്കെ സുഗന്ധം പുരട്ടി കൊടുക്കുക എന്നത് സുന്നത്താണ്. ഇതൊക്കെ എന്നാണ് നമ്മൾ പഠിക്കുക?
ഇതൊക്കെ എന്നാണ് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ ചെയ്ത് മാതൃകയായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിപ്പെടുക? ഏത് സമയത്തും ആവശ്യം വരുന്ന കാര്യങ്ങളാണ് എന്ന ബോധ്യം നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എന്നിട്ട് ഭദ്രമായി അതിനെ പിടിച്ച് ആദ്യം തലയുടെ ഭാഗം കെട്ടുക, പിന്നെ നടുഭാഗം കെട്ടുക, പിന്നീട് കാൽഭാഗം കെട്ടുക. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കെട്ടിയ എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റുക. പിന്നീട് മൂക്കിൽ നിന്ന്, ചെവിയിൽ നിന്ന്, അതുപോലെ തന്നെ ഔറത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വല്ല മാലിന്യങ്ങളും വരാൻ സാധ്യതയുള്ള ഭാഗത്തൊക്കെ അല്പം പഞ്ഞിക്കെട്ടുകൾ വെച്ച് അത് അടക്കുക. ആർക്കും ലളിതമായി ചെയ്യാൻ പറ്റുന്ന, ഒരല്പം ധൈര്യവും ചെറിയൊരു ഇൽമും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഈ കാര്യം. ഇനി ഒരു സ്ത്രീ ആണെങ്കിൽ അവരെ കഫൻ ചെയ്യുമ്പോൾ അവർക്കും ഇതുപോലെ തന്നെ ഈ 3 തുണി തന്നെ മതിയാവുന്നതാണ്. വേണമെങ്കിൽ ഒരു മുഖമക്കനെയും അതുപോലെ തന്നെ താഴെ ഒരു ഖമീസ് പോലെ ഒരു അടിത്തുണിയും ഒക്കെ കെട്ടിക്കൊടുത്ത് അവരെ നമുക്ക് കഫൻ ചെയ്യാൻ ഇതേ മെത്തേഡ് തന്നെ ഉപയോഗപ്പെടുത്താം. അവരുടെ മുടി 3 ആക്കിക്കൊണ്ട് തിരിഞ്ഞ് കെട്ടിയിട്ട് വേണം അവരെ പിന്നെ മുഖമക്കനേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതൊക്കെ സഹോദരിമാർക്ക് പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെങ്ങന്മാരൊക്കെ ഇതൊക്കെ പഠിക്കാനും അറിയാനും യോഗ്യത നേടാനും കഴിയേണ്ടവരാണ്. നമ്മുടെ കുടുംബത്തിൻ്റെതായ ഔറാത്തുകളും പോരായ്മകളും ഒക്കെ, ആ ജനാസയുടെ പോരായ്മകളൊക്കെ മറ്റുള്ളവർ അറിയാതിരിക്കാനൊക്കെ ഏറ്റവും നല്ല മാർഗം നമ്മുടെ വീട്ടുകാർ അതിൽ ജാഗ്രതയുണ്ടാവുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ വലിയ ജീവിതകാലത്ത് സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണ്. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുകയും ഈമാനുള്ള മരണം നൽകി നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് വസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവാചക അധ്യാപനങ്ങൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രോഗിയായി കിടക്കുക എന്നത് ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളുടെ ജീവിതത്തിൽ ഈമാൻ എന്ന യഖീൻ എന്ന കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് ആഫിയത്താണ്. എഴുന്നേറ്റ് നടക്കാനും ജോലിക്ക് പോകാനൊക്കെ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫീ ദീനി വ ദുനിയായ. വേറെ ചില ഹദീസുകളിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫ്വ വൽ ആഫിയ, പല വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആഫിയത്ത് റബ്ബേ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്, നമ്മളെ കുറിച്ചാണോ തോന്നിപ്പോകും. 2 അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്ന വലിയ നിഅമത്താണ്. മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്, ധാരാളം മനുഷ്യന്മാർ അതിനെ നിസ്സാരമായി കാണുന്നു. അസ്സിഹതു, ആരോഗ്യം, വൽ ഫറാഗ്, ഒഴിവു സമയം. ആവശ്യത്തിനുള്ള വ്യായാമമില്ല, തെറ്റായ ഭക്ഷണ രീതികൾ, മോശപ്പെട്ട ജീവിത ശൈലി കാര്യങ്ങൾ, ഇതെല്ലാം കൊണ്ടു നടന്ന് സ്വന്തം ആരോഗ്യം നശിപ്പിക്കുന്നവർ സ്വയം അറിയുന്നില്ല ഞാൻ ഇതിനെ ഒരു മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടോ ആരോഗ്യത്തെ എന്ന്. ഡോക്ടർ ഒന്ന് നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാൻ തയ്യാറാകും. ഇനി ഇന്നത് കഴിക്കരുത്, ഇന്നത് കുടിക്കരുതെന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ പണം നമ്മുടെ കയ്യിലുണ്ട്, അതെടുത്ത് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കുന്നൊരു കാലം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ നല്ല ചിട്ടയോടെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചൊരു പരാമർശമുണ്ട്, വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ കരം കൊണ്ട് നാശത്തിലേക്ക് കൊണ്ട് തള്ളരുത്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഈ ഒരു ചുറുചുറുക്കുള്ള യൗവനവും നമ്മളായി നശിപ്പിക്കരുത്. അതുകൊണ്ട് ദുശ്ശീലങ്ങൾ ഉണ്ടാകരുത്.
ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന മോശപ്പെട്ട ദുശ്ശീലങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് അവൻ സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് സമാനമാണ്. ശരി, ഇനി ഒരാൾക്കൊരു രോഗം വരുന്നു. ആ രോഗം വരുന്ന സമയത്ത് സ്വാഭാവികമായും ഇനി നമ്മുടെ നാട് അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് രോഗം വരുന്നതോടെ വീട് വെക്കേണ്ടി വരുന്നു, ആധാരം പണയപ്പെടുത്തേണ്ടി വരുന്നു, ഉള്ള സമ്പത്ത് മുഴുവൻ ചികിത്സക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് മരുന്നുകളുടെ ചിലവ്. അവയവങ്ങളൊന്ന് മാറ്റിവെക്കേണ്ടി വന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്കാണ്. എന്നിട്ടും അവസാനം തൻ്റെ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധേനയാകുമെങ്കിലും രോഗികളെ തിരിച്ചു കിട്ടാത്ത അവസ്ഥകൾ വരെ വന്നുകൊണ്ടിരിക്കാൻ നമ്മൾ ഒന്ന് കരുതിയിരിക്കുക. നമ്മൾ പൂർണ്ണമായി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത നമ്മുടെ മേലുണ്ട്. രണ്ടാമത്തെ കാര്യം, ചില ആളുകളെങ്കിലും ഈ കാര്യത്തിനെ ഗൗരവമായി കാണുകയും എന്നിട്ട് തൻ്റെ ഭാവിയിൽ ഏതെങ്കിലും എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ അസുഖം വന്നാൽ ഞാൻ എന്തു ചെയ്യും എന്ന ബേജാറുള്ളത് കൊണ്ട് കിട്ടുന്ന പരമാവധി ഇൻഷുറൻസുകൾ ഉപയോഗപ്പെടുത്തുന്നവരും ഉണ്ട്. അവരോടാണ് പറയാനുള്ളത്, ഒന്ന് പരിശോധിക്കണം. ഇസ്ലാമിക ലോകത്തെ ഉലമാക്കന്മാര് ഒരു ഇൻഷുറൻസ് സംവിധാനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പറയാറുള്ളത് എന്താണെന്നറിയോ? ഒരു സർക്കാർ നിങ്ങളോട് നിർബന്ധിച്ചുകൊണ്ട് പറയുന്ന ഇൻഷുറൻസ് ആണോ, നിങ്ങളത് എടുക്കണം. അതിൻ്റെ ആ നിയമം തെറ്റാതിരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഞാൻ നിങ്ങളൊക്കെ വാഹനത്തിന്റെ ഇൻഷുറൻസ് എടുത്തത്. അത് എടുക്കാതെ നമുക്കൊരു ഗവൺമെന്റിന്റെ കീഴിൽ പോകാൻ പറ്റൂല, നമുക്ക് ഫൈൻ അടക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത്? ആ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നു അതിന്റെ ഏറ്റവും ചെറുത്, തേർഡ് പാർട്ടി. ഇപ്പൊ നമ്മളെടുത്തതൊക്കെ ബമ്പർ ടു ബമ്പറാണ്, നല്ല ലാഭമാണ്. ഒന്നിട്ട് ഒരതി കിട്ടിയാൽ മതി, പരമാവധി നമുക്ക് മുതലാക്കാനുള്ള വകുപ്പ് കാത്തിരിക്കുക. നമുക്കത് പറ്റൂല. അടുത്ത ആഴ്ച കുത്തുബക്ക് വന്നില്ലെങ്കിൽ വിഷമൊന്നുമില്ല, കാര്യങ്ങൾ പറയണല്ലോ. ഒന്ന് പറയാം, നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം, ഇന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പരമാവധി മുതലാക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരും തന്റെ വാഹനത്തിന്റെ പ്ലസ് പോയിന്റ് പറയാണ്, വാഹനത്തിന് ബമ്പർ ടു ബമ്പറാണ്. സുഹൃത്തെ, ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ പറയണം, അങ്ങനെ ഒരു ഘട്ടം നിനക്കുണ്ടെങ്കിൽ ആ നിയമം രക്ഷപ്പെടാൻ വേണ്ടി മാത്രം എടുക്കുക. ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അവരുടെ ഇക്കാമ പുതുക്കി കിട്ടണോ, ഇത്ര രൂപന്റെ ഇൻഷുറൻസ് സംവിധാനം അവിടെ ഒരുക്കണം. അത് ഗവൺമെന്റ് നിയമമാണ്. അയാൾക്ക് അത് എടുത്തേ പറ്റുള്ളൂ, അത് അയാൾ ചെയ്തേ പറ്റുള്ളൂ. എങ്കിൽ അത് ആ നിയമത്തിന്റെ ഭാഗമായി അയാൾ ചെയ്യേണ്ടി വരും. ഇനി രണ്ടാമത്, അയാൾക്ക് നിർബന്ധമായ കാര്യമല്ല, അയാൾക്ക് നിർബന്ധമൊന്നുമില്ല, അങ്ങനത്തെ ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഏതെങ്കിലും എടുക്കുന്ന ഘട്ടം വരികയാണെങ്കിൽ അതെന്തായിരിക്കണം, എന്താണ് അതുകൊണ്ടുള്ള നിയമം എന്താണ്? ഒരാൾക്ക് അത്തരം സംവിധാനങ്ങൾ, പോളിസികൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിൽ നിന്ന് അയാൾ അടച്ച സംഖ്യ മാത്രമേ തിരിച്ചെടുക്കാൻ പോലും പാടുള്ളൂ. അപ്പം നിങ്ങൾ തിരിച്ചു വയ്ക്കും, പിന്നെന്തിനാ അടക്കണത്? അതാണ് ഇസ്ലാം പറയുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക കിതാബിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് അത് പറ്റാതിരിക്കാനുള്ള കാരണം നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. ഒരു കുടുംബത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താ? ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ 10,000 വെച്ച് മാസം അടക്കുന്നു, 10 മാസം അടക്കുന്നു എങ്കിൽ 1 ലക്ഷം രൂപയായി. 1 ലക്ഷം രൂപയടച്ച് 10 കൊല്ലത്തിനുള്ളിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് മരണമോ ആക്സിഡന്റോ സംഭവിച്ചാൽ 10 ലക്ഷം രൂപ തരാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചാൽ 10 ലക്ഷം അയാൾക്ക് ലാഭമാണ്, 9 ലക്ഷം ലാഭമാണ്. സംഭവിച്ചില്ലെങ്കിൽ കമ്പനിക്ക് 1 ലക്ഷം രൂപ ലാഭമാണ്. അങ്ങനെ ഒരു 10 ആളേക്കെന്ന് കിട്ടിയാൽ അവർക്കും അത്യാവശ്യമായി. അപ്പോൾ ഒരു ഭാഗത്ത് ഇതൊരു ചൂതാട്ടം പോലെയായി മാറുകയാണ്. ഒരു ചൂതാട്ട സ്വഭാവം വരികയാണ് ഇതിന്റെ പിന്നിൽ. 2, ഇതിനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് കാണാം, ഇത്തരം കമ്പനികളിൽ പലതും പലിശ ബേസ്ഡ് ആണ്, അല്ലാതെ ഇത് മുതലാവില്ല. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പിന്നെ ഇത്തരം എമർജൻസി സംവിധാനം വന്ന ഞങ്ങൾ എന്താ ചെയ്യുക? അതിന് നമ്മുടെ നാടുകളിൽ സംവിധാനം ഉണ്ടാവണം. പലിശരഹിത വായ്പകൾ സ്റ്റാർട്ട് ചെയ്യണം. അത് കൊണ്ടുപോകൽ വലിയ പ്രയാസമാണ്. പേടിച്ചു കൊണ്ടുപോകാൻ ഒരുപാട് ആളുണ്ടാവും, തിരിച്ചടക്കൂല. ആ സിസ്റ്റം ശരിയായി പാലിക്കപ്പെടണം. ഒരു പലിശരഹിത വായ്പ സംവിധാനം കാണണം. മറ്റൊന്ന്, തകാഫുൽ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ മഹല്ലുകളിൽ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള എമർജൻസി സംവിധാനങ്ങൾ വന്നാൽ ഒരു 100 പേര് കൂടുന്നു, ഓരോരുത്തരും മാസം ഓരോ വിഹിതം 1000 രൂപ വെച്ച് അടക്കുന്നു. അതിൽ ആ മാസം ആർക്കാണോ വീട്ടിൽ കല്യാണം വന്നു, അതല്ലെങ്കിൽ എമർജൻസി കേസുകൾ വന്നു, ആ മാസം അയാൾക്ക് കൊടുക്കും. എക്സ്ട്രാ പൈസ ഒന്നുമില്ല, അടച്ച പൈസ.
അങ്ങനെ നമ്മൾ പരസ്പര സഹായനിധി അത്തരത്തിലുള്ള മാർഗങ്ങളല്ലാതെ ഈ നിലക്കുള്ള നമ്മൾ യോജിക്കാൻ പറ്റാത്ത, നമ്മുടെ ജീവിതത്തിൽ ഹലാലായി മാറാത്ത സാമ്പത്തിക വ്യവസ്ഥകൾ എത്ര മോഹിപ്പിച്ച് കൊതിപ്പിച്ച് തന്നാലും അത് വേണ്ടെന്ന് പറയാനാണ് ഒരു മുസ്ലിമിന് ഈമാൻ വേണ്ടത്. വേണമെന്ന് പറയാൻ ഒന്നും ആവശ്യമില്ല. അല്പം പണത്തിനോടൊരു മോഹം മാത്രം ഉണ്ടായാൽ മതി, കുടുംബത്തിനോടൊരു ചെറിയ ഇഷ്ടം മാത്രം ഉണ്ടായാൽ മതി, അവരൊക്കെ ഇതിൽ ചെന്ന് വീണുപോകും. നോർക്കയെ പോലെ പ്രവാസികളെ സഹായിക്കുന്ന ഗവൺമെന്റിൻ്റെതായ ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഉണ്ടാകും. അത് പണ്ഡിതന്മാർ പറയും അതൊരു സർക്കാർ നൽകുന്ന ആനുകൂല്യമാണ്, അത് അവർക്ക് ഉപയോഗപ്പെടുത്താം. എന്നാൽ മറ്റു നിലക്കുള്ള കൊമേഴ്ഷ്യലായ ഇൻഷുറൻസ് സംവിധാനങ്ങൾ പരസ്പര സഹായിക്കാനും ആശ്വാസ ഫണ്ടായിട്ടല്ല നൽകുന്നത്, അതൊരു ബിസിനസ് ഫണ്ടാണ് എന്ന് മനസ്സിലാക്കാനും പലിശ വരാനും ചോദാട്ടം വരാനും ഒക്കെയുള്ള മേഖലയാണെന്നും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും ഒക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഹലാല് കൊണ്ടാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന ബോധ്യവും നമുക്ക് വേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഖുതുബയിലൊക്കെ ആരോഗ്യമുള്ള സമയത്തൊക്കെ വന്നിരുന്ന പ്രായമായിരുന്ന വെള്ളച്ചാലിലുള്ള അബ്ദുൽ ഖാദർ സാഹിബ് ഓട്ടോ ഓടിക്കുന്ന ആ മനുഷ്യനിപ്പോൾ ചില പ്രയാസങ്ങളുമൊക്കെയായി രോഗത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലാണ് ഉള്ളത് എന്നും എല്ലാവരും ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ വേണ്ടതുണ്ട്. ഈ ഖുതുബയിലും അല്ലാതെയും ശേഷവും ഒക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തിന് മറക്കാതിരിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് വേഗത്തിൽ പൂർണ്ണമായ ശിഫ ആശ്വാസം നൽകുമാറാകട്ടെ. അദ്ദേഹം അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും വേദനകളും അള്ളാഹു വേഗത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. ഒരു വലിയ ഉയരത്തിൽ നിന്ന് ചാടിയ ഒരു 22 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി, നമ്മുടെ ഒരു സഹോദരൻ, ആദർശ സഹോദരൻ, കാസർഗോഡ് ജില്ലയിൽ ചികിത്സയിലാണ്. 2 ദിവസമായിട്ട് വലിയൊരു പരീക്ഷണത്തിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് വേഗത്തിൽ ശിഫ ആശ്വാസം നൽകുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ രോഗങ്ങളെയും വേഗത്തിൽ പൂർണ്ണമായി ആജിലാക്കി നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോയി. റബ്ബേ, നീ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളോടൊപ്പം ജീവിച്ചിരുന്നവർ പലരും, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുക്കൾ, മക്കൾ 6 അടി മണ്ണിൽ കഴിയുന്നവരുണ്ട്. കുടുംബങ്ങൾ ഏറെ വിഷമത്തോടെ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. അള്ളാഹുവെ, അവരുടെ ഖബറുടെ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങളെ ഹാസിലാക്കി തരണമേ. ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഖൈറും ബറക്കത്തും നൽകണമേ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നിലനിർത്തി തരണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ബറക്കത്തുണ്ടാക്കി തരണമേ. ഞങ്ങളുടെ സമ്പത്തിലും മക്കളിലും കുടുംബത്തിലും സന്തോഷം അധികരിപ്പിച്ചു നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ للمتقين إماما. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين.